തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. റെയ്ഡ് നടത്തിയിരുന്നു. ഈ സമയത്ത് റെയ്ഡ് നടത്തി തിരിച്ചു പോകുമായിരുന്ന ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ നിരവധി CPM പ്രവർത്തകർ ജയിലിലാണ്. അങ്ങനെയുള്ള ഒരു പ്രവർത്തകന്റെ വീട്ടിൽ CPM നേതാക്കൾ, പ്രത്യേകിച്ച് മുൻ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ സന്ദർശനം നടത്തുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഈ ദൃശ്യത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ജയിലിൽ കഴിയുന്ന ഈ പ്രവർത്തകന്റെ വീട്ടിൽ വളരെ ഒരു ദുര്യോഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ മോശമായ അവസ്ഥയാണ്. യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു വീട്ടിലാണ് അയാൾ കഴിയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു പാർട്ടി പ്രവർത്തകനാണ് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. ഇത് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലും ചർച്ചയായിരിക്കുന്നത്. അപ്പോൾ CPMന്റെ നേതാക്കന്മാരൊക്കെ തന്നെ സുഖലോലുപരായിട്ട് വലിയ ആഡംബര വീടുകളിലൊക്കെ കഴിയുന്ന സമയത്ത് പാർട്ടിക്ക് വേണ്ടിയിട്ട് ജയിലിൽ പോകാനും അങ്ങനെയുള്ള സമരങ്ങൾക്കൊക്കെ വരുന്ന ആളുകളുടെയൊക്കെ ജീവിത നിലവാരം വളരെയധികം മോശമാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം CPMനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വർഷങ്ങളായിട്ട് അവർ ഭരണാധികാരത്തിലിരിക്കുന്നതാണ്. ഇടക്കാലത്ത് അവർ പുറത്തു പോകുമെങ്കിലും അവരുടെ ഭരണം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണെങ്കിലും പ്രാദേശിക തലത്തിലുള്ള സഹകരണ സംഘങ്ങളിലാണെങ്കിലും ഇതൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഈ സഹകരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ. അതേപോലെ തന്നെ പാർട്ടി സംസ്ഥാനത്ത് അധികാരത്തിൽ നിന്ന് പുറത്താകുമ്പോഴും അവർ ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തുകളിലാണെങ്കിലൊക്കെ തന്നെ ഭരണാധികാരത്തിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ വിനിമയം ചെയ്യാൻ അധികാരമുള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ജീവനക്കാരൊക്കെ തന്നെ സർക്കാർ ജീവനക്കാരായിരിക്കുമെങ്കിൽ പോലും പാർട്ടി അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിരവധി പേർക്ക് ചില പ്രോജക്റ്റുകളിലാണെങ്കിലും അല്ലാതെയൊക്കെ തന്നെ നിരവധി പേർക്ക് ജോലി നൽകുന്നുണ്ട്. അതേപോലെ തന്നെ കുടുംബശ്രീ, അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലും പിടിയുറപ്പിച്ച CPM അവരാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തുന്നത് CPM ആയിരിക്കും കേരളത്തിനകത്ത്. മറ്റ് വലിയ ഒരു വ്യവസായിക്കുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിനേക്കാൾ കൂടുതൽ സ്ഥാപനങ്ങളും സ്വത്തുക്കളൊക്കെ ഉള്ളൊരു പാർട്ടിയാണ് CPM. അതുകൊണ്ട് തന്നെ നിരവധി പേർ CPMമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ പാർട്ടിയുടെ ഭാരവാഹികളൊക്കെ തന്നെ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരൊക്കെ തന്നെ ഒന്നുകിലും സഹകരണ സ്ഥാപനത്തിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു സംവിധാനത്തിനകത്ത് അതിൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെ ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും അതിനു മുകളിലുള്ള ആളുകളൊക്കെ തന്നെ വലിയ സംവിധാനത്തിനകത്ത് കഴിയുന്ന സമയത്ത് സാധാരണക്കാരായ പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ വരുന്ന ആളുകളൊക്കെ തന്നെ വളരെ മോശമായ പരിതസ്ഥിതിയിലാണ് ജീവിക്കുന്നതെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഈ ശിവൻകുട്ടി പോലത്തെ ആൾ ഒരു പാർട്ടി പ്രവർത്തകൻ്റെ വീട് സന്ദർശിക്കുന്ന സമയത്ത് ഇതേ ശിവൻകുട്ടി, ഇതേ നാട്ടുകാരൻ, ഇതേ ആൾ ഇത്രയോ നാളായിട്ട് ആ സ്ഥലത്ത് ജീവിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. പൊതുവേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ആളുകൾ പറയാറുള്ളൊരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ പറ്റൂ. കാരണം അവരുടെ കാര്യങ്ങൾ പറഞ്ഞാണ് ഇവർ സമരം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു തൊഴിലില്ലായ്മ ഇല്ലാതാവുക, പട്ടിണി ഇല്ലാതാവുക, ദാരിദ്ര്യം ഇല്ലാതാവുക, എല്ലാവരും സുഖസൗകര്യത്തിൽ ജീവിക്കുന്ന സമയത്ത് ആർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യം ഉണ്ടാവില്ല. മുമ്പ് പാലക്കാട്ടൊക്കെ പറയാറുണ്ടായിരുന്നു. കാരണം പാലക്കാട് 1977 ഇലക്ഷനിൽ EMS നമ്പൂതിരിപ്പാട് കഷ്ടിച്ചാണ് വിജയിച്ചത്. പാലക്കാട് എന്ന് പറയുന്നത് CPMന്റെ ഏറ്റവും വലിയൊരു കോട്ടയായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഭൂപരിഷ്കരണത്തിന് ശേഷം ആളുകൾക്കൊക്കെ ഭൂമി ഉണ്ടായി, സൗകര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഇനി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവുന്നില്ല, ഞങ്ങൾ കോൺഗ്രസ് പോവുകയാണെന്നാണ് ആളുകളൊക്കെ പറഞ്ഞതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അവിടെ കോൺഗ്രസ് പിന്നീട് ശക്തി പ്രാപിച്ചത്. BS വിജയരാഘവൻ നേരിയ വോട്ടിനാണ് അന്ന് EMS നമ്പൂതിരിപ്പാടിനോട് തോറ്റത്. അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാടിന് 1977 കേരള നിയമസഭയിലേക്ക് ആലത്തൂർന്ന് ജയിക്കാൻ കഴിഞ്ഞത് ചുരുങ്ങിയ വോട്ടിനാണെന്ന് മാത്രം. അപ്പോൾ അത്രയും അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ പാവപ്പെട്ട ആളുകൾ പാർട്ടിയെ വിട്ടുപോകുന്നു. പക്ഷെ ഇപ്പോഴും കുറേ പാവപ്പെട്ട ആളുകൾ പാർട്ടിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു വിജയം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് CPM വളരെ മോശമായിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളോട് പെരുമാറുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം വലിയൊരു സമരം നടന്നു. ആ സമരം തന്നെ എന്തിനു വേണ്ടിയാണെന്ന് ഈ പാർട്ടി പ്രവർത്തകർക്ക് അറിയില്ല. കാരണം ഇതൊരു വലിയൊരു CMRL എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി, കോടിക്കണക്കിന് രൂപ ലാഭമുള്ള ആ മുതലാളി തൻ്റെ ബിസിനസ് സൗകര്യത്തിന് വേണ്ടി അയാൾ എല്ലാ പാർട്ടിക്കാർക്കും പണം നൽകുന്നുണ്ട്. അതിൽ ഒരു രാഷ്ട്രീയവും മതപരമോ ആയ വിവേചനം അയാൾ കാണിക്കുന്നില്ല. ആർക്കൊക്കെയാണ് അധികാരം, തൻ്റെ വ്യവസായം നടത്താൻ ആരുടെയൊക്കെ സഹായം ആവശ്യമാണ്, ഏതൊക്കെ സർക്കാരിൻ്റെ സഹായം ആവശ്യമാണ്, അത് സന്നദ്ധ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായാലും സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളായാലും എല്ലാ സൗകര്യങ്ങളും ആ വകുപ്പുകൾ നേടിയെടുക്കാൻ വേണ്ടി അവർക്കൊക്കെ പണം കൊടുക്കുന്നു. അത് ഒരു IT വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇവിടുത്തെ ക്രമക്കേടുകളൊക്കെ കണ്ടെത്തിയത്. തുടർന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസൊക്കെ അന്വേഷണം നടത്തുന്നു, കുറ്റപത്രം സമർപ്പിക്കുന്നു. പിന്നീട് ED ഇതിനകത്ത് കള്ളപ്പണ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ED അന്വേഷിക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ കുറ്റവാളി ആരാണ്? CMRലാണ്. അതോടൊപ്പം തന്നെ CMRൽ സഹായിക്കുന്നത് വീണ വിജയനാണ് സഹായിക്കുന്നത്. അവിടെയും ആളുകൾക്കൊക്കെ അറിയാം ഇവിടെ യാതൊരു സേവനവും കിട്ടാതെയാണ് അല്ലെങ്കിൽ സേവനവും നൽകാതെയാണ് വീണ വിജയന് എത്രയധികം കോടി രൂപ ആര് കൊടുത്തിരിക്കുന്നത്?
CMRL മുതലാളി ശശിധരൻ കർത്ത കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു അഗ്രിമെൻറ്റ് CMRLൻ്റെ ഡയറക്ടർമാർക്കൊന്നും അറിയാത്ത രീതിയിലുള്ളൊരു ഇടപാടുകളാണ് ഇവിടെ നടന്നത്. ഇവിടെ യാതൊരു രേഖാമൂലമായ യാതൊരു ഇടപാടും ഇവിടെ നടന്നിട്ടില്ല. ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അറിയില്ല. അങ്ങനെ പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു എന്ന് പറഞ്ഞ് ഓടി സമരം ചെയ്യാൻ പോവുകയാണ് അവർ ചെയ്യുന്നത്. അവർ കാറിന് ആക്രമിക്കുന്നു. ഏറ്റവും ഇവിടെ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. രാജ്യത്തോടാണ് അവർ ഫൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്നൊന്നും തന്നെ ജാമ്യം കിട്ടാനുള്ള സ്ഥിതിയില്ല. പക്ഷെ ഇവിടെ കേസിനകത്ത് ആളുകളുടെ സ്ഥിതി നമ്മൾ ഓർക്കണം. അത്രയും മോശമായ സാഹചര്യത്തിലാണ്. കാരണം ദീർഘകാലം 1957 EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ അധികാരം വന്നതിന് ശേഷം ചുരുക്കം തവണയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. അതുവരെ തന്നെ കേരളത്തിൽ നമുക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 10 വർഷവും കേരളത്തിലെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെയൊക്കെ തന്നെ ആളുകൾ ഇപ്പോഴും വളരെ മോശമായ ചുറ്റുപാടിൽ, പാർട്ടി പ്രവർത്തകർ പോലും മോശമായ ചുറ്റുപാടിലാണ് കഴിയുന്നത് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ വരുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ കേസിൽ ഒരേ കുറ്റം ചെയ്ത ആളുകളിൽ തന്നെ സാധാരണക്കാരെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഉദാഹരണത്തിന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതേപോലെ തന്നെ V ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലെ തന്നെ DK മുരളി, ഈ ആളുകളൊക്കെ തന്നെ ഈ സമരം നയിക്കാൻ അവിടെ മുമ്പിലുണ്ടായിരുന്നു. അവരുടെ അനുഗ്രഹാശിസ്സുകളില്ലാതെ അങ്ങനെ ഒരു പാർട്ടി സമരത്തിനിടയിൽ ഒരാളെ കല്ലെറിയില്ല, അല്ലെങ്കിൽ മുട്ടയെറിയില്ല, ആക്രമിക്കില്ല. അങ്ങനെ പാർട്ടി നേതൃത്വം ധിക്കരിച്ചിട്ട് ആരും അങ്ങനെ CPM-നെ സംബന്ധിച്ചോളം ചെയ്യില്ല. അപ്പോൾ അവരുടെയൊക്കെ മൗന അനുവാദത്തോടു കൂടി ചെയ്തതാണ്. അപ്പോൾ അവരൊക്കെ തന്നെ ഈ കേസിൽ യഥാർത്ഥത്തിൽ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചവരൊക്കെ തന്നെ പ്രതികളാണ്. പക്ഷേ ഇവരെയൊന്നും പോലീസ് പ്രതികളാക്കുന്നത് യാതൊരു ജീവിക്കാൻ വകയില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള അവരുടെയൊക്കെ വീടുകളിലെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു, വളരെയധികം സങ്കടം തോന്നും. ഇപ്പം തന്നെ ഒരു SFIയുടെ ജില്ലാ പ്രസിഡന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ സമയത്ത് പാർട്ടി ഉടൻ തന്നെ ഇടപെടുകയാണ്. അയാളെ ഉൾപ്പെടുത്താൻ പാടില്ല, അയാൾ ഈ സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ പോലീസ് പറയാണ് ഇയാളുടെ വിഷ്വലിനകത്തുണ്ട് എന്ന് പറയുകയാണ്. അപ്പം പാർട്ടി ഭാരവാഹിയായിട്ടുള്ള, ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള, അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഒരാളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉടൻ തന്നെ പാർട്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ അകത്താവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ദ്വന്ദ്ം CPM-നെ ബാധിച്ചിരിക്കുകയാണ്. ഇത് മാധ്യമങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുള്ളത് കൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വലിയ തലവേദനയാകും എന്നുള്ളത് ഉറപ്പാണ്.